ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും ഫാറ്റെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് ദിവസമായി വെയിറ്റ് മിനിറ്റ്സ് അത് ാണ് പോയി ഗൈസ്. കഴിഞ്ഞ കഥ നമ്മൾ എൻ്റെ വേൾഡ് മൊത്തം പോയി. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ മിക്കവാറും ഇതിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു. ഞാൻ എല്ലാം എപ്പോഴും ഡിലീറ്റ് ആയി കളഞ്ഞു. ബാക്കപ്സും ഗെയിമിലെ എല്ലാം ഡിലീറ്റ് ആയി കളഞ്ഞു. ഇപ്പം പോയതായിരിക്കും. ഓക്കെ, വേൾഡിൽ കയറാനല്ല നമുക്ക്. അതാരാ ഓൺലൈനിലുള്ള എൻ്റെ ഫ്രണ്ട്? അപ്പം ഞാൻ പറഞ്ഞു വന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് പോയി ഗായ്സ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം വേറെ വേൾഡ് എടുക്കുക. അത് വേണോ എന്നാണ് എൻ്റെ ഡൗട്ട്. ആ കുഴപ്പമില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഹാർഡ് കോർ വേൾഡ് തുടങ്ങാം. സീഡ് നമുക്ക് കൊടുക്കേണ്ട തൽക്കാലത്തേക്ക് എല്ലാം സെറ്റാണ്. ഒന്നും നമുക്ക് കൊടുക്കാനില്ല. പഠിച്ചോനെ, നല്ല സീഡ് തരണേ, പറ്റിക്കല്ലേ. ഈ വേൾഡ് ഡെവലോഡ് ആക്കണ്ട, ഞാൻ കണ്ണോർക്കൂല. നല്ല വേൾഡ് കിട്ടണേ. മറന്നു ഇങ്ങനെ കാണിക്കുന്ന കാര്യം. അപ്പം നിങ്ങൾ എന്തൊക്കെയുന്നുണ്ടോ? എൻ്റെ വേൾഡ് പോയിട്ട് എനിക്ക് സങ്കടമില്ല. ഉള്ളിൽ നിന്ന് പൊട്ടിക്കരയാ എൻ്റെ നെഞ്ച്. സ്കൈ ബ്ലോക്കും ലെറ്റ് പ്ലേയും പിന്നെ ഞാൻ അല്ലാണ്ട് എടുത്ത 3 വേൾഡും ഉണ്ടായിരുന്നു. ഒരു ഹാർഡ് കോറും എൻ്റെ 2 സർവൈവൽ വേൾഡ്സും. അങ്ങനെ മൊത്തം 5-6 വേൾഡാണ് പോയത്. നമ്മൾ വിചാരിക്കുന്നതല്ല, ഭയങ്കര സങ്കടമാണത്. അത്രക്കൊരു 5-6 വേൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള വേൾഡല്ല. അത്രയും ഞാൻ കിടന്ന് ഗ്രൈൻഡ് ചെയ്തിരിക്കും. 12-15 ദിവസമായി വീഡിയോ കിട്ടിയിട്ട് 12-15 ദിവസവും ഞാൻ ഫുള്ള് ഗ്രൈൻഡിങ് ആണ്. പടച്ചാണ് ഇതേതാ? അതൊന്നും ഇങ്ങനെ മാംഗ്രോവ് ഗായ്സ്. നമുക്ക് ലെക്ക് സവാന ഉണ്ട് അടുത്ത് ഗായ്സ്. സവാന മീൻസ് രാത്രി നമ്മൾ മണ്ണിൻ്റെ അടി കുത്തിരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. നമുക്ക് രാത്രിയത്തെ കാര്യം രാത്രി 10 മിനിറ്റ് ഉണ്ട്. പെട്ടെന്ന് ഞാൻ ട്രീ ഒന്ന് കേടുന്നെങ്കിലും ഒരു 3 ഷീപ്പിനെ കിട്ടണം. അല്ലെ രാത്രി ആകുമ്പോഴത്തേക്കും മറ്റേ ഹാർഡ് കോർ പോലെ തന്നെ ഇതിൽ നമ്മൾ കഴിയും. ഇതൊരു നോർമൽ ഹാർഡ് കോർ അല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡേയ്സ് സർവൈവലാണ്. പിന്നെ നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച് ഞാൻ ഇതിൻ്റെ 200ഉം 500ഉം 300 ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച്. അപ്പം അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് കളിക്കാൻ പേടിയുള്ളത് ഹാർഡ് കോർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡ് കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് കളിക്കാൻ. പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ഒരു മിഡിലൊക്കെ ആയിട്ടുള്ളവർ. ഇതെല്ലാം ഫോണിലാണ് പിന്നെ പറയാൻ വേണ്ട. ഈ മൊത്തത്തിലായിട്ട് ഇത് മര്യാദയ്ക്കൊന്നും അടിക്കാൻ പറ്റില്ല. സോംബിയില അടിക്കാൻ പറ്റില്ല. സ്പാം ക്ലിക്ക് ഉണ്ട് നമുക്ക് പറയാം. കുറച്ച് ടെററാണെല്ലാം. സ്റ്റെക്കാണ് മെയിനായിട്ട് ഫോണിൻ്റെ. കഴിഞ്ഞ ഹാർഡ് കോർ ഓർമ്മ ഉണ്ടല്ലോ, ഫോൺ സ്റ്റെക്കായിട്ടാണ് ക്രീപ്പർ പൊട്ടിച്ചത്. അന്നേരം ഞാൻ റെഡിക്ക് ഫോൺ തരുന്നതായിരിക്കും. ഒരു ട്രീസ് നമുക്ക് വെക്കണം. പെട്ടെന്ന് ജീപ്പിനെ കണ്ടുപിടിച്ചോ ഇല്ല കഴിഞ്ഞ ഓണം പറ്റിയിട്ട് പറ്റും.
സവാന ഒന്നാമത് സവാന ഇവിടെ ഷീപ്പ് സ്പോണാന്ന് പറയാൻ പറ്റത്തില്ല. സ്പോണാവോന്ന് പറയത്തില്ല. പിന്നെ സ്റ്റിക്ക് വരുമ്പോൾ എനിക്ക് ഓഫാക്കേണ്ടി വരും. ഞാൻ സീഡ് അടുത്തൊരു എപ്പിസോഡ് പറയാം. അല്ലെങ്കിൽ ഞാൻ സീഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും സീഡ് അടുത്ത എപ്പിസോഡിലോ അല്ല അടുത്ത എപ്പിസോഡിലോ പറയുന്നതായിരിക്കും. അവിടെ ലാവ ഗൈസ്, ഒറ്റ ഷീപ്പിനെ കിട്ടിയിട്ടുള്ളൂ. മുടിഞ്ഞ ലാവ എനിക്ക് ഷീപ്പ് വന്ന് പേടിക്കും. തുടക്കത്തിൽ തന്നെ നമുക്ക് പരാജയമാണല്ലോ. ഏറ്റവും റേറസ്റ്റ് ഫുഡ് മാംഗ്രോവ്. അതിൻ്റെ പേരാണ് മാംഗ്രോവിലെ ബുദ്ധി. ഏറ്റവും റേറസ്റ്റ് ഫുഡ് നമുക്കത് കളക്ട് ചെയ്യാം. മോസ്റ്റ് റേറസ്റ്റ് വുഡ്. എൻ്റെ പേരെന്നാ? മാംഗ്രോവ് തന്നെ. ഈയൊരു സ്ഥലത്തായിട്ടായിരിക്കും മിക്കവാറും ഞാൻ ബേസ് ഉണ്ടാകും. ഇതിൻ്റെ സീഡ് ഒരു സ്ഥലം ഉള്ളതോടെ അതും നമുക്ക് ആവശ്യമാണ്. പോട്ടെ പറഞ്ഞ ഷീപ്പ് കഴിക്കണം. ഒന്ന് പെട്ടെന്ന് വളരടാ. ഉള്ളു വീട്ടാൻ മര അവിടെ ഉള്ളു. ഇവിടെ ഹങ്കറുണ്ട്. പെട്ടെന്ന് പോകും. നിർത്തലൊരുമിച്ച് പറയാം. ഞാൻ ഫുള്ള് കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ടായി. സ്റ്റിക്ക് മാംഗോ ഫ്രൂട്ട്സ് നമുക്കറിയില്ല. നമുക്ക് ഞാൻ ഈ ഒരു വേൾഡ് ചത്താലും നാളത്തെ വീഡിയോ ഇതേപോലെ ഒരു ഹാർഡ് കോറിൻ്റെ ആയിരിക്കും. ഞാൻ ഉറപ്പ് പറയാം. അതിപ്പോൾ ഫ്രണ്ട് പെട്ടെന്ന് കുറച്ച് സ്റ്റോൺ കളിച്ച് തന്നാൽ ഫോറസ്റ്റ്. ഒരു ഷീപ്പിനെയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഷീപ്പ് കളിപ്പിക്കരുത്. ഒരു ഷീപ്പ് ഷീപ്പിനെയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു. സൗണ്ട് അതെൻ്റെ കോപ്പാണ്. ഒരു കോപ്പായാലും കോപ്പാന്നായിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഒരു ഷീപ്പ് എല്ലാവരും വില്ലേജ് അത് മതി. ഇനിയാണ് നമുക്കുള്ള മെയിൻ പ്രശ്നം. ഫ്ലവർ. Yeah, boy. So many edits.
ഒരു റെഡ് ശ്വാസം നേരിപ്പോഴാണ്. അതവിടുന്ന ഇല്ല പിന്നെ എന്നോട് ഫുഡ് കുറവാണെങ്കിലും സ്റ്റോണിൻ്റെ ആവശ്യം നമുക്കുണ്ട്. സ്റ്റോൺ കളിച്ചിട്ട് നമുക്ക് ചെറിയ ബേസ് പോലെയൊക്കെ ഉണ്ടാക്കണം. ഇവിടെ കുറച്ച് സ്റ്റോൺ കാണുന്നുണ്ട്. അതൊക്കെ ഇറങ്ങാൻ പറ്റുമോ? കുറച്ച് സീനാണ്. ഫോൺ പരമിലായി പോയിരുന്നു. ഫോൺ സ്റ്റക്കായി ബാങ്ക് സൂര്യൻ അസ്തമിക്കുന്നു. കൈ വറക്കുന്ന പേടി. ഫസ്റ്റ് ഡേ ഒന്ന് സർവൈവ് ചെയ്ത് പിന്നെ എല്ലാം ഫസ്റ്റ് ഡേ ആണ്. എന്തുവാണ് സൂര്യൻ അസ്തമിക്കാത്ത സ്റ്റെക്ക് സംഭവിച്ചു. എൻ്റെ ഹാർട്ട് തുടങ്ങി. ഒരു ബെസ്റ്റ് പ്ലേസ് ഫോർ നമുക്കൊരു ബേസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്ക് ഫുൾ സ്റ്റോൺ ടൂൾസും ഉൾപ്പെടെ ഫുൾ സ്റ്റോൺ ടൂൾസും ഫർണസും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ആദ്യത്തെ നൈറ്റ് സർവൈവ് ചെയ്താൽ പിന്നെ എല്ലാം സർവൈവ് ചെയ്യാം. ഈസിയാണ്. ടോട്ടം ഫാർമറൊക്കെ ഉണ്ടാകണം. ശുഭം. എത്ര സമയം? 14. ഇതധികം ലെങ്ത് ഉണ്ടാവില്ല. 1/2 മണിക്കൂറുണ്ട്. ഒരു പുതിയ പിക്കും ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റിക്കില്ല. ഞാൻ കുറച്ചുകൂടി ഇത് മൈൻഡ് ചെയ്തിട്ട് ബാക്കി ഹോളി പറഞ്ഞു.
ഓക്കെ. അപ്പം ശരി, അപ്പം മറ്റേ അപ്പമല്ല. ഒരു സ്റ്റേക്കും 30. കുറച്ചുകൂടി സ്റ്റിക്സ് ഉണ്ടാക്കണം. ഒരു ഫർണസ്, ഒരു ഓക്കെ ഗൈസ്, ഇനിയാണ് നമുക്ക് ടെസ്റ്റിൻ്റെ ഉപയോഗം. എങ്ങനെയാണോ ഇങ്ങോട്ടേക്ക് വള്ളി പിടിച്ച് നമ്മൾ വന്നത് അതേപോലെ മുകളിൽ തരും. സൗണ്ടാണ് ഇപ്പോൾ. അൽഹംദുലില്ലാ, ഡാമേജ് ഒന്നും അടിച്ചില്ല ഗൈസ്. നേരത്തെ ഇവിടെ ഒരു കോള് കണ്ടിരുന്നല്ലോ. ആ കോള് കൊടുക്കാം ഗൈസ്. ഡാമേജ് അടിക്കാൻ മിക്കവാറും ഞാൻ 100 ഡേ ഒന്ന് സർവൈവ് ചെയ്യില്ല. അതിൻ്റെ പകുതിക്ക് തന്നെ 5 ദിവസം സംഭവിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഫുള്ളായിട്ട് മൈൻഡ് ചെയ്യാൻ വലിയ പണിക്കില്ല. നമുക്ക് ഞാൻ സ്റ്റെപ്പ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം നമ്മൾ എവിടെയും പറഞ്ഞു നിർത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ഫുള്ളായിട്ടൊന്ന് മൈൻഡ് ചെയ്യാം. വെയിറ്റ് മീൻ. ഓക്കെ, തിരിച്ച് വള്ളി പിടിച്ച് ആണ്. ഇനി ഇതെടുത്തു. പോർക്ക് ഫാദർ ഡോങ്കി. പോർക്കി സാധനത്തിന് വന്നിട്ട് എന്താ ജസ്റ്റ് മിസ്. ഇപ്പം ഈ ക്ലിഫിൻ്റെ താഴെ ഞാൻ പോകും. പിന്നെ നമുക്ക് പോകേണ്ടത് സെവാനയിലോട്ടേക്കാണ്. സെവാന ഷാപ്പിംഗ് വേണം. ഒന്നൊന്നല്ല, കുറച്ചധികം വേണം. ഒരു സമയം കൂടി ഒന്ന്. ഓക്കെ, അതൊരു സംഭവം. അത് ഒന്നുമില്ല, ഒരു ഷാപ്പിംഗ് കിട്ടില്ല. രണ്ടെണ്ണം അത് മതി. പിന്നെ സവാനയിലുണ്ടാവും. പോക്കിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ബെർച്ച് കൊടുക്കാം. വേണ്ട ബെർച്ച് ആരോഗ്യത്തിന് ഹാനികരമാണ്. ദയവ് ചെയ്തത് ഉപയോഗിക്കാതിരിക്കുക. ഒരു വില്ലേജ് കണ്ടുകിട്ടിയതിൻ്റെ പകുതി പണി ഓൺ ദ സ്പോട്ട് കഴിഞ്ഞു. പോയി, കയ്യിൽ നിന്ന് പോയി, എല്ലാം പോയി.
അപ്പം ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നാളേക്ക് ഈ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബാക്കി വീഡിയോ നാളെ ഇടാം. അപ്പം ബായ് ബായ്. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.